ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചക്ക അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി നമ്മൾ വിളഞ്ഞ ഒരു പീസ് ചക്ക എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കഷ്ണം പടവലങ്ങയും ഒരു കഷ്ണം വെള്ളരിക്കയും എടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയും വേണ്ടതാണ്. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലാത്തത് കൊണ്ട് മുരിങ്ങയ്ക്ക എടുത്തിട്ടില്ല. അപ്പം പടവലങ്ങയും വെള്ളരിക്കയും ഓരോ ചെറിയ കഷ്ണങ്ങളാണ്. അത് ചെറിയതായി നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ചക്ക അതിൻ്റെ ചുള മാത്രം. ചുളയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് മടലുമൊക്കെ ചേർക്കാം. ചക്കയുടെ മടല് മുള്ളിൻ്റെ മുകളിലുള്ള ആ കട്ടിയുള്ള ഭാഗം അതും ഒക്കെ നമുക്ക് അവിയലിനെടുക്കാവുന്നതാണ്. അപ്പോൾ ചക്ക വൃത്തിയായിട്ട് റെഡിയാക്കി നീളത്തിലരിഞ്ഞ് പടവലങ്ങയും വെള്ളരിക്കയും എല്ലാം ചേർത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർത്തു. നമുക്കറിയാം ചക്ക വളരെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു വെജിറ്റബിളാണ്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം പച്ചക്കറി ചിലത് വെള്ളം കൂടുതലുള്ള പച്ചക്കറി ആണെങ്കിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ കണ്ട കഷ്ണത്തിൻ്റെ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്തു. ഇതിനെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവാനായിട്ട് വെക്കുക. ആ സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഏകദേശം 2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം അവിയലിന് എപ്പോഴും നല്ലതായിട്ട് തേങ്ങ വേണം. അതിൻ്റെ കൂടെ ഒരു 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകവും എടുത്തു. പച്ചമുളക് നമ്മൾ കഷ്ണത്തിൽ നേരത്തെ ചേർത്തത് കൊണ്ട് വീണ്ടും ചതയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഇത്രയും നമ്മൾ ഒരു അരകല്ലിൽ നന്നായിട്ട് ചതച്ചെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അവിയലിൽ നമ്മൾ അങ്ങനെ വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ കഷ്ണങ്ങൾക്ക് നല്ല മയവും അതുപോലെ ഏതെങ്കിലും കാരണവശാൽ അടിക്ക് പിടിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുന്നതിനെ അത് മാറ്റും. കഷ്ണത്തിന് നല്ലൊരു മയം വരും വെളിച്ചെണ്ണ ചേർത്താണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ. അപ്പം നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവാൻ അനുവദിക്കും. കഷ്ണം ഒരുമാതിരി വേവാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പുളി ചേർക്കണം. ഇപ്പം നല്ല ഒരുമാതിരി കഷ്ണം കണ്ടാൽ അറിയാൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളതിന് പുളിയായിട്ട് ചേർക്കുന്നത് മാങ്ങയാണ് ചക്കയ്ക്ക് ഏറ്റവും നല്ലത്. നമ്മൾ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മാങ്ങ ഇടുന്നതിന് മുൻപായിട്ടാണ് നമ്മൾ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പാകത്തിന് പുളിയുള്ള മാങ്ങ ചേർത്തിട്ടുണ്ട്. മാങ്ങ ചേർത്ത് വെച്ച് മാങ്ങയിൽ നിന്ന് പുളി ഇറങ്ങി പാകമാകാനായിട്ട് കുറച്ച് നേരം കൂടെ നമ്മളതിനെ അടച്ചു വെച്ച് വേവിക്കും. അപ്പം അങ്ങനെ മാങ്ങ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് അരപ്പാണ് ചേർക്കേണ്ടത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ ഇളക്കാൻ പാടില്ല. അതൊന്ന് പാത്രത്തിൽ നല്ലതായിട്ട് പടർത്തി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക. അരപ്പിന് മുകളിലേക്ക് നല്ലതായി ആവി വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അവിയലിൻ്റെ അരപ്പ് ഇളക്കി കൊടുക്കാവൂ. അതിനുശേഷം നമ്മൾ അരപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി, അതായത് തേങ്ങ എപ്പോഴും നമുക്ക് അവിയലിന് നന്നായിട്ട് കാണണം. ഇതിപ്പം നമ്മുടെ പാകത്തിന് കഷ്ണമെല്ലാം വളരെയധികം ഉടയാതെയും അതുപോലെ നല്ല രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രുചിക്കായിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ തീ നിർത്തിയതിന് ശേഷം വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ചേർക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.